ആലപ്പുഴ ചേർത്തലയിലെ തിരോധാന കേസുകളിൽ ചുരുളഴിക്കാൻ ക്രൈംബ്രാഞ്ച്. നാളെ ലഭിക്കുന്ന DNA പരിശോധനാ ഫലം നിർണായകമാകും. ചോദ്യം ചെയ്യലിനോട് പ്രതികരിക്കാതെയും വാ തുറന്നാൽ പരസ്പര വിരുദ്ധമായ മറുപടികൾ പറഞ്ഞും അന്വേഷണ സംഘത്തെ വട്ടം ചുറ്റിക്കുകയാണ് സെബാസ്റ്റ്യന്റെ ഭാര്യയെ ചോദ്യം ചെയ്യാനാണ് അടുത്ത നീക്കം. കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്താൻ അന്വേഷണ സംഘം ഇതിനോടകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നു എന്നാണ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന്റെ പ്രതികരണം. നമ്മളതിന് ആവശ്യമുള്ള സയൻറ്റിഫിക് എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സമഗ്രമായിട്ട് നമ്മൾ നോക്കുന്നതാണ് അവിടത്തേക്ക് അവിടുത്തെ മിസ്സിംഗ് കേസസ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്തിട്ട് അന്വേഷണം ചെയ്യുന്നതാണ്. അശ്വിൻ പാലാഴിയും റാഫി കരീമും വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ആദ്യം അശ്വിൻ പാലാഴിയിലേക്കാണ്. അശ്വിൻ, ഈ ഒരു ഭാഗത്ത് അന്വേഷണം ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ, പക്ഷെ അപ്പോഴും ഈ സെബാസ്റ്റ്യൻ കാര്യങ്ങളൊന്നും വിട്ടു പറയുന്നില്ലല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ അശ്വിൻ? ഉന്മേഷ്, എന്തായാലും ഇയാളുടെ ഭാഗത്തു നിന്നുള്ള നിസ്സഹകരണമായിരുന്നു തുടക്കം മുതൽ അന്വേഷണ സംഘത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അത് ഒരു ഘട്ടത്തിലും മറികടക്കാനുമായില്ല എന്നുള്ളതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തായാലും അതെല്ലാം ഇയാളുടെ സഹകരണമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ശാസ്ത്രീയ തെളിവുകൾ അധികമായി കണ്ടെത്തി കേസ് ഫ്രെയിം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് നിലവിൽ അന്വേഷണ സംഘം എത്തുന്നത്. നിലവിൽ ഇപ്പോൾ കൂടുതൽ ആളുകളുടെ മൊഴി ഈ സെബാസ്റ്റ്യനുമായി ബന്ധമുള്ളതും ഈ ജെയിനും ഈ കേസിലെ ഇരയാക്കപ്പെട്ടവരുമായി ബന്ധമുള്ള ആളുകളെ നേരിൽ കണ്ട് കൂടുതൽ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് നിലവിലെ ഒരു രീതി. ആ ഒരു അന്വേഷണ രീതിയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. 2 ദിവസം കൂടി മാത്രമാണ് ഈ സെബാസ്റ്റ്യനെ ഇനി കസ്റ്റഡിയിൽ ലഭിക്കുക. അതിനുശേഷം തിരികെ വിടേണ്ടതുണ്ട്. കസ്റ്റഡി കാലാവധി അവസാനിക്കും. അതിനുള്ളിൽ ഇനിയിപ്പോൾ DNA പരിശോധനാ ഫലം കൂടി അതിന് മുന്നേ കിട്ടാനുള്ള സമ്മർദ്ദം നിലവിൽ അന്വേഷണ സംഘം ചെലുത്തിയിട്ടുണ്ട്. അത് നാളത്തേക്ക് പരമാവധി ലഭ്യമാക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി നിലവിൽ അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും അതുകൂടി കിട്ടിയാൽ അന്വേഷണത്തിന് കുറച്ചുകൂടി സഹായകമാകും. ഈ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ അസ്ഥി അത് ആരുടേതാണ് എന്ന അതിൽ നിന്ന് വ്യക്തമാകും. അതോടുകൂടി അത് കേസന്വേഷണം ഈ നിലവിലെ വഴിമുട്ടി നിൽക്കുന്ന അന്വേഷണത്തിന് പുതിയ വെളിച്ചമാകും എന്നുള്ളതാണ് പ്രതീക്ഷ. അതോടൊപ്പം ഈ വീടിനും വീട്ടു പരിസരത്തും പിന്നെ പോലീസിന് സംശയമുള്ള മറ്റ് ഒരു സ്ഥലം കൂടിയുണ്ട്. അത് ചേർത്തലയിൽ തന്നെയാണ്. അവിടെ കൂടി ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറിന്റെ പരിശോധന നടത്താനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും അത് ഉടനെ തന്നെ നടത്തും. അതൊക്കെ ശാസ്ത്രീയ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായുള്ള നടപടികളാണ്. ഇനിയിപ്പോൾ അതല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ള കാര്യത്തിനും അന്വേഷണ സംഘത്തിനൊരു നിശ്ചയം വന്നിട്ടുണ്ട്. എന്തായാലും നാളെ നിർണായകമാണ് DNA പരിശോധനാ ഫലത്തിന്റെ കാര്യത്തിൽ. റാഫി കരീം കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. റാഫി, ഈ സെബാസ്റ്റ്യന്റെ ഭാര്യയിൽ നിന്ന് വിവരശേഖരണം നടത്തുന്ന കാര്യങ്ങൾ എവിടെ വരെ എത്തി റാഫി? സെബാസ്റ്റ്യന്റെ ഭാര്യയെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ഈ ഡേറ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 7-ാം തീയതി വരെയാണ് സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്നത്. അതിനുള്ളിൽ തന്നെ ഇതുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ എപ്പോഴായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. ഈ സെബാസ്റ്റ്യനെയും ഒപ്പം തന്നെ സെബാസ്റ്റ്യന്റെ ഭാര്യയെയും ഒരുമിച്ചെടുത്തി ചോദ്യം ചെയ്യുമെന്നുള്ള വിവരമാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. സെബാസ്റ്റ്യന്റെ ഭാര്യയിൽ നിന്ന് നേരത്തെ അന്വേഷണ സംഘം മൊഴിയെടുത്തിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വിവരങ്ങൾ ശേഖരിക്കും എന്നുള്ള വിവരം നമുക്ക് ലഭിച്ചിരിക്കുന്നു. എന്തായാലും ഇത് ഏറെ നിർണായകമായ ഒരു നീക്കമായിരിക്കും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന്. കാരണം ഇതുവരെയും സെബാസ്റ്റ്യന്റെ ഭാഗത്തു നിന്ന് അന്വേഷണ സംഘത്തിന് സഹായകരമാകുന്ന ഒരു വിവരവും ലഭിച്ചിട്ടില്ല. സെബാസ്റ്റ്യൻ ചോദ്യം ചെയ്യലുകളോട് മൗനമാണ് എല്ലായ്പ്പോഴും സ്വീകരിക്കുന്ന നിലപാട്. അന്വേഷണ സംഘത്തിന് ഉപകാരപ്പെടുന്ന ഒരു വിവരവും ഇതുവരെയും സെബാസ്റ്റ്യൻ നൽകിയിട്ടുമില്ല. എന്നാൽ സെബാസ്റ്റ്യന്റെ ഭാര്യയെ കൂട്ടിയിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളുടെ കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് വിശദമായ ഒരു വിവരം ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം സെബാസ്റ്റ്യന്റെ കല്യാണം കഴിഞ്ഞിട്ട് 17 വർഷമാകുന്നു. അതായത് ഇവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 17 വർഷമാകുന്നു. ഈ കാലയളവിൽ നടന്ന സംഭവ വികാസങ്ങൾ ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ അതിലെ വ്യത്യാസങ്ങൾ, അതിൽ മൊഴിയുമായി വിവരങ്ങൾ നൽകിയതിലും മൊഴിയിലുള്ള വ്യത്യാസങ്ങളെല്ലാം തന്നെ ഡീകോഡ് ചെയ്ത് കൃത്യമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. ആ നിലയിലുള്ള പദ്ധതിയാണ് സെബാസ്റ്റ്യനെയും ഭാര്യയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ അന്വേഷണ സംഘം തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും ആ ചോദ്യം ചെയ്യൽ ഏറെ നിർണായകമാകും. അതിനുശേഷമായിരിക്കും സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി അവസാനിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. ഒപ്പം തന്നെ ശാസ്ത്രീയമായ തെളിവുകൾ, അതിന്റെ പരിശോധനാ ഫലങ്ങൾ നാളെ ലഭിക്കുമെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. അതിലേറ്റവും നിർണായകമായത് ഈ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടുപരിസരത്തു നിന്ന് ലഭിച്ച അസ്ഥിഭാഗങ്ങളുടെ ശാസ്ത്രീയ പരിശോധനയാണ്. അതും ഒപ്പം തന്നെ ജൈനമ്മയുടെ DNA-യുമായുള്ള പരിശോധന നടക്കുന്നുണ്ട്. ഈ DNA മാച്ച് ചെയ്യുമോ എന്നുള്ളതാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു പരിശോധനാ ഫലം ലഭിച്ചാൽ ഈ
കേസിൽ അത് ഏറെ നിർണായകമാകും. കാരണം ജയനമ്മയെ കാണാതായത് ഒരു കൊലപാതകമാണ് എന്നുള്ള സ്ഥിരീകരണം ഇതിനോടകം തന്നെ കോട്ടയം ക്രൈംബ്രാഞ്ച് നടത്തിയിട്ടുണ്ട്. ആ സ്ഥിരീകരണത്തെ ഉറപ്പിക്കുന്ന ശാസ്ത്രീയ തെളിവായി ഈ DNA പരിശോധനാ ഫലം മാറുമെന്നുള്ളതാണ് ഇതിൽ ഏറെ നിർണായകമാവുക. അങ്ങനെയെങ്കിൽ സെബാസ്റ്റ്യനോട് ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കൃത്യമായ ചോദ്യങ്ങളുണ്ടാകും. അന്വേഷണ സംഘത്തിന് സെബാസ്റ്റ്യനിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ ആ നിലയിലും കഴിയുമെന്നുള്ള പ്രതീക്ഷയും അന്വേഷണ സംഘത്തിനുണ്ട്. ശരി, റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത്.